ഹായ് കൂട്ടുകാരെ, വിജിത്ത് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു തൈര് സാദം ഉണ്ടാക്കിയാലോ? ചട്ടിയിൽ ആദ്യം എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, പച്ചമുളക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു. അത് നന്നായിട്ട് മൂത്ത് വരുമ്പം അതിൽ കുറച്ച് ഉഴുന്ന് ഇടുക. എന്നാലേ അത് കഴിക്കുമ്പം ഇടയ്ക്ക് കഴിക്കാൻ കിട്ടും. അതിലേക്ക് ചോറിട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും ആവശ്യത്തിനുള്ള തൈരും വീത്തുക. പാല് വീത്തുന്നത് വേറൊന്നും കൊണ്ടല്ല, തൈരിൻ്റെ പുളി കൺട്രോൾ ചെയ്യാനാണ്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ പാലിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് നോക്കുക, ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിടുക. ഇതിൻ്റെ അകത്ത് മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് പല രീതിയിലും തൈര് സാദം ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ. എല്ലാവരും അച്ചാറുമായിട്ട് യൂസ് ചെയ്ത് കഴിക്കുക. ഇതിങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല അച്ചാർ വേണമെന്നുള്ളവർക്ക് അച്ചാറും കൂട്ടി കഴിക്കാം.